നമസ്കാരം. സർവേശ്വരനായ വ്യാഴം, അതായത് ജ്യോതിഷത്തിൽ വ്യാഴത്തിന് പരമപ്രധാനമായ ഒരു ഈശ്വര സാക്ഷാത്കാരം സമർപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സാത്വികനായ ഗ്രഹം, ഏറ്റവും കൂടുതൽ ഈശ്വരാംശമുള്ള ഗ്രഹം മഹാവിഷ്ണുവാണ് വ്യാഴം, അല്ലെങ്കിൽ ബൃഹസ്പതിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ വ്യാഴത്തിന് സവിശേഷമായ ആത്മീയ ബലമുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം എല്ലാ തരത്തിലുള്ള മംഗളകരമായ കർമ്മങ്ങൾക്കും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പുരോഗതിക്കും ഐശ്വര്യത്തിനുമൊക്കെ വളരെ ഗുണമാണ്. ധനകാരകനാണ് വ്യാഴം. അതുപോലെ പാണ്ഡിത്യത്തിൻ്റെയും ബുദ്ധിശക്തിയുടെയും കേദാരമാണ്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ മഹോന്നതമായ നിലപാടുകൾ തീർച്ചയായിട്ടും ഒരു ഗ്രഹനിലയിൽ ഒരു വ്യക്തിക്ക് വളരെയധികം ഗുണം ചെയ്യും. 2025 ഒക്ടോബർ മാസം 18-ാം തീയതി രാത്രി വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. അതിചാരം കൊണ്ട്, ഓവർ സ്പീഡ് കൊണ്ടാണ് ഇവിടെ എത്തുന്നത്. അത് കഴിഞ്ഞാൽ ഈ വർഷം തന്നെ 2025 ഡിസംബർ 5-ാം തീയതി വൈകുന്നേരത്തോടു കൂടി തിരിച്ച് കർക്കിടകത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പോവുകയും ചെയ്യും. എന്തായാലും മുമ്പോട്ടുള്ള സഞ്ചാരം ശുഭഗ്രഹങ്ങൾക്ക് നല്ലതാണ്. അതുകൊണ്ട് തന്നെ വ്യാഴം കർക്കിടക രാശിയിൽ വളരെ ഗുണത്തെ ചെയ്യും. കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായതിനാൽ ദോഷഭാവങ്ങൾ ഉള്ള രാശികൾക്ക് ദോഷങ്ങളൊന്നും സംഭവിക്കുകയുമില്ല. ഗുണങ്ങൾ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുകയും ചെയ്യും. ജനിച്ച സമയത്ത് വ്യാഴം നല്ല സ്ഥലത്താണ് നിൽക്കുന്നത് എങ്കിൽ അവർക്ക് വലിയ ഗുണവും, മോശം സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ ദോഷങ്ങളൊന്നും ഉണ്ടാകാതെയും ഇരിക്കും എന്ന് വേണം സങ്കല്പിക്കാൻ. ഏതായാലും ഓരോ കൂറും, അതായത് 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന ഈ 12 കൂറുകാർക്കും എങ്ങനെയാണ് ഈ വ്യാഴമാറ്റം എന്ന് നോക്കാം. ആദ്യം മേടക്കൂറ്. മേടക്കൂറുകാർക്ക് വ്യാഴം 3-ൽ നിന്ന് 4-ലോട്ടാണ് സഞ്ചരിക്കുന്നത്. ചാരവശാൽ 1-ലും 4-ലും 7-ലും 10-ലും വ്യാഴം സഞ്ചരിക്കുന്ന കാലം കണ്ടക വ്യാഴൻ എന്നാണ് പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. എന്നാലും ശനിയെപ്പോലെ, കണ്ടക ശനിയെപ്പോലെ വലിയ ദോഷം വ്യാഴം ചെയ്യില്ല. പ്രത്യേകിച്ചും ഇത് കർക്കിടക രാശിയിൽ ചെല്ലുന്നത് കൊണ്ട് ഗുണമാണ് സംഭവിക്കുക. ഗുണം ഏതെല്ലാം വിധത്തിൽ എന്ന് പറയുമ്പോൾ അവരുടെ വീട് വയ്ക്കാനുള്ള അവരുടെ ആ ആഗ്രഹം സഫലമാവുക, വിദേശയാത്രയ്ക്ക്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക്, അതുപോലെ പഠന സംബന്ധമായ കാര്യങ്ങൾക്ക്, സ്ഥിരവാസത്തിന്, വിദേശത്ത് സ്ഥിരവാസത്തിന്, അല്ലെങ്കിൽ അവിടെ വീട് വാങ്ങുവാനോ വയ്ക്കുവാനോ ഒക്കെ സാധിക്കുന്നൊരവസ്ഥ കാണുന്നു. അതുപോലെ തന്നെ സ്വന്തം നാട്ടിൽ വീട് വയ്ക്കുക, വീട് വാങ്ങുക, പുതിയ വാഹനം വാങ്ങുക, മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കുക, ആരോഗ്യത്തിന് പുരോഗതി ഉണ്ടാവുക, മാതൃപുത്ര ബന്ധങ്ങൾ, മാതൃസന്താന ബന്ധങ്ങൾ കുറച്ചുകൂടി ശക്തമാവുക, രക്ഷാകർതൃസ്ഥാനത്തുള്ളവരുമായി നല്ല ബന്ധമുണ്ടാവുക, പൊതുവെ ഐശ്വര്യവും അതുപോലെ സാമ്പത്തിക മേന്മയും വർദ്ധിക്കുക, എല്ലാ കാര്യങ്ങളിലും മനസ്സുഖം ഉണ്ടാവുക, സമൂഹവുമായി ഇടപഴകുന്ന കാര്യത്തിലും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുമായി സഹവർത്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന കാര്യത്തിലുമൊക്കെ ഐശ്വര്യപരമായൊരു തിളക്കമുണ്ടാകും മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ്. സാമ്പത്തികമായി സംസാരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ലോട്ടറി വരെ അടിക്കാം. കാരണം 4 ഒരു ഭൗതിക ഭാവമാണ്. അവിടെ സാമ്പത്തികത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ധനകാരകനാണ് വ്യാഴം. അതുകൊണ്ട് സാമ്പത്തിക ഭാവം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ലെങ്കിലും 4-ാം ഭാവം ലൗകിക ഭാവമായതിനാൽ സമ്പത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ കാര്യത്തിലും മേടക്കൂറിന് ആശ്വസിക്കാം. അടുത്തത് ഇടവക്കൂറാണ്. കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ധനഭാവമായ 2-ൽ നിന്നാണ് ധനകാരകൻ 3-ലേക്ക് പോകുന്നത്. പക്ഷേ 3 വ്യാഴത്തിന് ചാരവശാൽ 2, 5, 7, 9, 11 ഭാവങ്ങളാണ് ഏറ്റവും ഗുണമുള്ളത് എന്ന് പറയാറുണ്ട്. 6, 8, 12 അത്ര നല്ലതല്ല. 3 താരതമ്യേന ദോഷവുമില്ല ഗുണവുമില്ല എന്നൊരവസ്ഥയാണ്. ഇവിടെ 3 കർക്കിടക സ്ഥിതനായതിനാൽ, കർക്കിടക രാശിയിലേക്കാണ് വ്യാഴം പോകുന്നു എന്നതിനാൽ ഉച്ചബലത്തോടെ വ്യാഴം നിൽക്കുന്നു. അതുകൊണ്ട് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരിൽ നിന്ന് ഗുണം, സഹോദരർക്ക് കൂടുതൽ ഗുണവും ജീവിതത്തിൽ ഉയർച്ചയും, ഏതെങ്കിലും ഒരു പ്രത്യേക കർമ്മത്തിൽ മനസ്സർപ്പിച്ച് ജോലി ചെയ്യുന്ന അവസ്ഥയ്ക്ക് കൂടുതൽ ഏകാഗ്രതയും ശക്തിയും വരുന്നതായിട്ട് കാണാം. വീര്യം വർദ്ധിക്കുന്നു, ഉദാസീനത നഷ്ടപ്പെടുന്നു, മടി മാറുന്നു, തങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാനുള്ള ത്വര വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ പ്രണയബന്ധങ്ങളിൽ കുറച്ചുകൂടി ശക്തമായ ഊഷ്മളത കൈവരുന്നു. ജീവിതത്തെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നു. കൂടുതൽ ആത്മാർത്ഥമായി, കൂടുതൽ ഭൗതിക നേട്ടം ശ്രമിച്ചുകൊണ്ട് ജീവിതത്തിനെ കരുപ്പിടിക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ നല്ലത് തന്നെയാണ് 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം. സഹോദര ഗുണം, മൈത്രി ഗുണം, അതുപോലെ തന്നെ ബന്ധുഗുണം ഇതെല്ലാം ഉണ്ടാവും. പെട്ടെന്ന് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് വ്യാഴം 3-ൽ നിൽക്കുമ്പോൾ വർദ്ധിക്കും. അതുപോലെ പൊതുവെയുള്ള ഇവരുടെ മനസ്സിൻ്റെ ഊർജ്ജസ്വലത, സാഹസികത,
ശക്തി, ഉന്മേഷം ഇതെല്ലാം വർദ്ധിക്കും. മനസ്സ് ഉണർന്നെണീറ്റാൽ പിന്നെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഒട്ടനവധി മാറിക്കിട്ടും എന്ന വസ്തുത ഈ ഒരു ഘട്ടത്തിലാണ് മനസ്സിലാക്കേണ്ടത്. വ്യാഴം ഏറ്റവും കൂടുതൽ ഈശ്വരാധീനമുള്ള ഗ്രഹമായതിനാൽ 3-ാം ഭാവത്തിൽ കർക്കിടക രാശിയിൽ നിന്നുകൊണ്ട് ഈ ഇടവം രാശിയിലെ നക്ഷത്രക്കാർക്ക് ഊർജ്ജസ്വലതയും ഉന്മേഷവും ജീവിതത്തോട് കുറച്ചുകൂടി ആത്മാർത്ഥമായി ഇടപെടാനുള്ള ശക്തിയും പ്രദാനം ചെയ്യുന്നതായി കാണുന്നു. വരും കാലങ്ങളിലെ സാമ്പത്തിക നേട്ടത്തിനും കർമ്മ വൈഭവത്തിനുമൊക്കെ ഇത് ഇടവക്കൂറിനെ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാവം. ഇവരെ സംബന്ധിച്ചിടത്തോളം ധനഭാവമായ 2ലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. അതായത് ഏറ്റവും ഉച്ച രാശിയിൽ, ഏറ്റവും ബലമുള്ള രാശിയിലേക്ക് ധനകാരകനായ വ്യാഴം വന്നിരിക്കുന്നു. അപ്പോൾ 2ാം ഭാവമാണത് അവർക്ക്. തീർച്ചയായും ചാരവശാൽ 2ാം ഭാവത്തിൽ വ്യാഴം ഒരുപാട് ഗുണം ചെയ്യും. കഴിഞ്ഞ കുറേ കാലമായി സാമ്പത്തിക പരാധീനത അനുഭവിച്ചിരുന്ന മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പൊടുന്നനവേ ലോട്ടറി അടിച്ചതുപോലെയാണിത്. ചിലപ്പോൾ ഒക്ടോബർ 18-നും ഡിസംബർ 5-നുമകം ഇവർക്ക് കനപ്പെട്ട പണം കയ്യിൽ വന്നു ചേരാൻ സാധിക്കും. പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ജോലിയിൽ ഉറപ്പ് കിട്ടും. 2ാം ഭാവം കൊണ്ട് ജോലിയും ചിന്തിക്കണം. 2ഉം 6ഉം 10ഉം ജോലിക്ക് ചിന്ത്യം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജോലിയിലെ ഇവരുടെ ഉറപ്പ്, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ ഗുണം. 2ൽ നിന്നുകൊണ്ട് വ്യാഴം നേരെ നോക്കുന്നത് അഷ്ടമ രാശിയിലേക്കാണ്. അതുകൊണ്ട് ആയുസ്സിന് ഗുണം. അതുപോലെ തന്നെ പെട്ടെന്ന് കിട്ടുന്ന ധനാഗമ മാർഗങ്ങൾ കൂടുതൽ പുഷ്ടി പ്രാപിക്കുക, ലോട്ടറി അടിക്കുക, അതുപോലെ തന്നെ മുഖത്തിന് കുറച്ചുകൂടി കാന്തി വർദ്ധിക്കുക, ഐശ്വര്യം വർദ്ധിക്കുക, ഗ്രഹത്തിൻ്റെ ആന്തരിക അന്തരീക്ഷങ്ങൾ കൂടുതൽ ഐശ്വര്യപൂർണവും ഗ്രഹത്തിനെ വെറും ബിൽഡിംഗ് ആയിരുന്ന വീടിനെ ഹോം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ 2ലെ വ്യാഴത്തിന് ഒരുപാട് ശക്തിയുണ്ട്. വീട്ടിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട്, ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട്, മക്കളുമായി ബന്ധപ്പെട്ട് വളരെ ഊഷ്മളമായ സ്നേഹം നിലനിർത്തുവാനും അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി പരിഹരിച്ചു മുന്നോട്ട് പോകുവാനും ഒരു നല്ല ഗ്രഹനാഥന് സാധിക്കുന്ന അവസ്ഥ 2ലെ വ്യാഴം സൃഷ്ടിക്കും. ജോലിസ്ഥലത്തും സമുന്നതനും മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്നവനുമാകും. സാമ്പത്തിക നേട്ടം എടുത്തു പറയത്തക്ക ഒന്ന് തന്നെയാണ്. യാത്ര കൊണ്ട് ഗുണം, പ്രവർത്തനങ്ങളിൽ വിജയം, ഇതെല്ലാം തന്നെ മിഥുനക്കൂറിനുണ്ടാകും. കഴിഞ്ഞ കുറേ കാലത്തെ തടസ്സങ്ങൾ മാറി അനുഗ്രഹമായി ഇവർക്ക് മാറും. ധനാഗമ മാർഗവും മറ്റു വിവിധ പ്രവർത്തനങ്ങളും. അതുപോലെ കർക്കിടകക്കൂറാണ് അടുത്തത്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ വരവ് ജന്മത്തിലേക്കാണ്. ജന്മവ്യാഴം അത്ര ഗുണമൊന്നും പറയുന്നില്ല. പലരും പറയാറുണ്ട് വ്യാഴം ജന്മത്തിൽ വന്നാൽ അവിടെ നിന്ന് 5ലേക്ക് നോക്കും, 7ലേക്ക് നോക്കും, 9ലേക്ക് നോക്കുമെന്നൊക്കെ. അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. ജന്മത്തിൽ വ്യാഴം അത്ര നല്ലതല്ല. പക്ഷേ ഇവിടെ നല്ലതാണെന്ന് ഞാൻ പറയാൻ കാര്യം നിൽക്കുന്ന രാശിയുടെ സ്വഭാവം കൂടി നാം പഠിക്കണം. കർക്കിടക രാശി വ്യാഴത്തിന് ഉച്ചനായതിനാൽ ഇവിടെ കർക്കിടക കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ജന്മവ്യാഴം ദോഷം ചെയ്യില്ല, മറിച്ച് ഗുണത്തെ പ്രദാനം ചെയ്യും. ഐശ്വര്യവും സാമ്പത്തിക നേട്ടവും തങ്ങളെക്കുറിച്ച്, തങ്ങളുടെ ആകാര, ചേഷ്ട, വ്യക്തിത്വ, പെരുമാറ്റ കാര്യങ്ങളിലെല്ലാം തന്നെ മറ്റുള്ളവർക്ക് ആദരവും ഒരു ഏറ്റെടുക്കൽ മനോഭാവവും ഉണ്ടാവും. ഏതു മേഖലയിൽ ചെന്നാലും ഇവർക്ക് അവിടെ ആദരണീയമായ ഒരു അവസ്ഥ ഇവരെ എതിരേൽക്കുമെന്ന് കാണുന്നു. അതുപോലെ തന്നെ ബുദ്ധിപരമായ കാര്യങ്ങളിൽ, ഗവേഷണ തുല്യമായ കാര്യങ്ങളിൽ ഇവരുടെ വാക്ക് അവസാന വാക്കായി മാറും. സാമ്പത്തിക നേട്ടം ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇവർക്കുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുവരെ മടിച്ചു നിന്നിരുന്ന പല പ്രവർത്തനങ്ങളിലും വളരെ ആക്റ്റീവായി, വളരെ പ്രസന്നരായി ഇവർക്ക് ഇറങ്ങാൻ സാധിക്കുമെന്ന് കാണുന്നു. മനോബലം വർദ്ധിക്കുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. പ്രണയം വിജയത്തിലെത്തുന്നു. വിവാഹം പ്രതീക്ഷിച്ചതുപോലെ നടക്കുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ അതല്ലെങ്കിൽ വിദേശത്ത് പോകാനോ സാധിക്കുന്നു. പഠനവുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ അന്യരാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് സഫലീകൃതമാകുന്നു. അപ്പോൾ ധനപരമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും ഭാഗ്യം അനുകൂലമായി വരികയും ചെയ്യുന്നതാണ് കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റം. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ പെട്ട നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 12ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 6, 8, 12 ദുഷ്ടസ്ഥാനങ്ങളാണെങ്കിൽ പോലും 12ലെ വ്യാഴൻ കർക്കിടക രാശിയിലല്ലെങ്കിൽ പോലും അത്ര ദോഷം ചെയ്യില്ല. മറിച്ച് ഉടനെ ലാഭം കിട്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടി വരും, ചിലപ്പോൾ ഏകാഗിയായി നടക്കേണ്ടി വരും എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഇവിടെ ഈ വ്യാഴം കർക്കിടക രാശിയിൽ നിൽക്കുന്നതിനാൽ ആ തരത്തിലുള്ള ഖിന്നതകളും ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വരാൻ സാധ്യതയില്ല. സാമ്പത്തികമായി അധിക ചെലവുണ്ടാകുമെങ്കിലും അതിനനുസരിച്ചുള്ള വരുമാനവും ഇവരിലേക്ക് വന്നു ചേരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുപോലെ തന്നെ ഏറ്റവും ഗുണമുള്ള ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം കടബാധ്യതയിൽ നിന്ന് ഇവർക്ക് മോചനം ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി മുടക്കം നിന്നിരുന്ന പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി മുന്നോട്ട്
കൊണ്ടുപോകാനുള്ള ഒരു ആത്മവിശ്വാസവും ഭൗതികമായ ഉറപ്പും ഇവർക്ക് കിട്ടുന്നു. അതിന് വ്യാഴത്തിൻ്റെ സഹായം ഇവർക്ക് വളരെ വലുതായി വരുന്നു. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തടസ്സമുണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റമുണ്ടാകുന്നു, അതിന് ഫണ്ട് വരുന്നു. അതുപോലെ തങ്ങളുടെ ആരോഗ്യ സംബന്ധമായ ഈ നക്ഷത്രക്കാർക്കോ അവരുടെ മക്കൾക്കോ അവരുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ അവർക്ക് വളരെ വേണ്ടപ്പെട്ടവർക്കോ ഉണ്ടാകുന്ന ദൈന്യ അവസ്ഥകളിൽ നിന്ന് രോഗാതുരമായ അവസ്ഥകളിൽ നിന്ന് ശുശ്രൂഷ കൊണ്ട് അവരെ മുകളിലേക്ക് ഉയർത്താൻ തക്കവണ്ണം പണം ചെലവഴിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ തീർത്ഥയാത്രകൾ നടത്തുന്നു. ചില യാത്രകൾ വെറുതെ യാത്രയ്ക്ക് വേണ്ടി മാത്രമായിട്ട് പോകാനുമൊക്കെ പണം ചെലവഴിക്കുന്നു. ഉടനെ ലാഭം കിട്ടാത്ത കുറേ കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ തക്കവണ്ണമുള്ള പണം ഇവരിലേക്ക് വന്നു ചേരുന്നു. യാചനയോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ അന്യരെ ആശ്രയിക്കേണ്ടയോ വരുന്ന അവസ്ഥയൊന്നും 12-ലെ വ്യാഴം കർക്കിടകത്തിൽ നിൽക്കുന്നതിനാൽ ചിങ്ങക്കൂറിന് സമ്മാനിക്കുകയില്ല എന്ന് വേണം ചിന്തിക്കാൻ. അപ്പോൾ ഗുണമാണ് ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളവും. പക്ഷേ വരുന്ന വഴികളും ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഡിഫറൻ്റ് ആയിരിക്കും എന്ന് മാത്രം. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 10-ൽ നിന്ന് 11-ലേക്കാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. 11-ാം ഭാവത്തിൽ ഏത് ഗ്രഹം നിന്നാലും ഗുണമാണ്. പ്രത്യേകിച്ച് പാപഗ്രഹങ്ങൾ നിന്നാൽ വളരെ ഗുണമാണ്. ഇവിടെ വ്യാഴം ഏറ്റവും ശുദ്ധനായി പരിപൂർണ ബലത്തോടു കൂടി നിൽക്കുന്നു. ബലമുള്ള ഗ്രഹമേ ഫലം ദാനം ചെയ്യൂ എന്നാണ് പ്രമാണം. ഇവിടെ വ്യാഴത്തിന് പൂർണ്ണ ബലമുണ്ട്. അതുകൊണ്ട് തന്നെ 11-ാം ഭാവം വരുമാനമാണ്. സർവാഭീഷ്ടം 11 എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഫലസിദ്ധിയിലെത്തണം. അതുകൊണ്ട് ഈശ്വരാനുഗ്രഹം പൂർണ്ണമായി ഈ ഒക്ടോബർ മാസം 18 മുതൽ ഡിസംബർ മാസം 5 വരെ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അനുഭവവേദ്യമാവും. തീർച്ചയായിട്ടും അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാവും. പണമില്ലാതിരുന്നതിനാൽ നടത്താൻ സാധിക്കാതിരുന്ന പല കാര്യങ്ങളും നടത്താൻ സാധിക്കും. പല ആഗ്രഹങ്ങളും നിറവേറ്റാൻ സാധിക്കും. കാമസമ്പൂർത്തി അടക്കമുള്ള വിവാഹാദി കാര്യങ്ങൾ അടക്കമുള്ള പ്രണയ സഫലീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഫലവത്തായി വളരെ നല്ല രീതിയിൽ മംഗളകരമായി അവസാനിക്കും. മറ്റേതെങ്കിലും തരത്തിലുള്ള സമാഗമങ്ങൾ അല്ലെങ്കിൽ സംരംഭങ്ങൾ, പുതിയ പ്രസ്ഥാനങ്ങൾ ഇതൊക്കെ തന്നെ തുടങ്ങാൻ സാധിക്കും. കാരണവസ്ഥാനത്തുള്ളവർ, കുടുംബത്തിലെ തലമൂത്തവർ ഇവരുമായി ബന്ധപ്പെട്ട് അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലുമൊക്കെ ഗുണമുണ്ടാവും. മൂത്ത ജ്യേഷ്ഠ സഹോദരനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ സഹായം കൊണ്ടോ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ ഗുണമോ ദ്രവ്യപരമായ ഗുണമോ ഉണ്ടാവും. വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര വളരെ ഗുണകരമാവും. സന്താനങ്ങളുണ്ടാവും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഗുണങ്ങളുണ്ടാകും. അങ്ങനെ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വ്യാഴം ഒരുപാട് ഗുണമാണ് ചെയ്യുക. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കർമ്മം എന്ന് പറയുമ്പോൾ വ്യാഴം കർക്കിടക രാശിയിൽ നിന്നുകൊണ്ട് അത് 10-ാം ഭാവമായി വരുമ്പോൾ തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പ്രവർത്തന രംഗം ഏറ്റവും ഗുണകരമായി വരുന്നു. ഏറ്റവും അതിലെ തടസ്സങ്ങളൊക്കെ മാറുന്നു. അതിലെ പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി കാര്യക്ഷമത കടന്നു വരുന്നു. അതുപോലെ തന്നെ ഏറ്റവും ബുദ്ധിപരമായി ഗവേഷണപരമായി മനസ്സിന് തൃപ്തി നൽകുന്ന വിധം കൂടുതൽ റിസൾട്ട് ഓറിയൻറ്റഡായി ഉൽപ്പാദനക്ഷമതയുള്ള തക്കവണ്ണം അവർക്ക് അവരുടെ ഫലപ്രാപ്തിയിലെത്താൻ തക്കവണ്ണമുള്ള കർമ്മ ശക്തി ഇവർക്കുണ്ടാകുന്നു എന്നതാണ് പ്രധാനം. അതിന് ഈശ്വരൻ്റെ അനുഗ്രഹം, സർവേശ്വരനായ വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ 10-ൽ കർക്കിടകസ്ഥിതനായി നിൽക്കുന്ന വ്യാഴം കർമ്മരംഗത്ത് ഒരുപാട് ഗുണത്തെ കൊടുക്കും. ഏതെങ്കിലും വിധത്തിൽ 10-ൽ ദോഷം ചെയ്യുന്നെങ്കിൽ ആ ദോഷങ്ങളെയൊക്കെ അകറ്റുകയും ചെയ്യും. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ഇതുതന്നെയാണ് 10-ലെ വ്യാഴം കൂടുതലായി ചെയ്യുക. കർമ്മം എന്ന് പറയുമ്പോൾ ആഹാരത്തിന് വേണ്ടിയോ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയോ ധനം കിട്ടുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെ അല്ല കർമ്മം എന്ന് പറയുന്നത്. അതും കർമ്മം തന്നെയാണ്. മനസാ വാച കർമ്മണ ചിന്തിക്കുന്നതുൾപ്പെടെ എല്ലാം കർമ്മത്തെ കൊണ്ട് ചിന്തിക്കണം, 10-ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കണം എന്നാണ് പ്രമാണം. അങ്ങനെ വരുമ്പോൾ ഈ ഇടങ്ങളിലെല്ലാം തന്നെ ഈശ്വരാധീനത്തിൻ്റെ കയ്യൊപ്പ് വരുന്നു എന്ന് വേണം ചിന്തിക്കാൻ. തുലാക്കൂറിനെ സംബന്ധിച്ച് ഗുണമാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ നിന്നിരുന്ന വ്യാഴമാണ് 9-ാം ഭാവത്തിലേക്ക് വരുന്നത്. 9-ലെ വ്യാഴം തീർച്ചയായിട്ടും കർക്കിടക രാശിയിൽ നിന്നുകൊണ്ട് അപാരമായ ഈശ്വരാധീനമാണ്. കർക്കിടക രാശിയിൽ നിന്നുകൊണ്ട് ബലവാനായ വ്യാഴം 9-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ അനുഗ്രഹമാണ് വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സമ്മാനിക്കുക. ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. ജീവിതത്തിലെ മംഗളകർമ്മങ്ങൾക്ക് എന്തെങ്കിലും മുടക്കം വന്നിരുന്നുവെങ്കിൽ ആ മുടക്കമെല്ലാം മാറി മംഗളകർമ്മങ്ങൾ കൃത്യമായി നടക്കുന്നു. വിവാഹം, കുടുംബജീവിതം, വീട് നിർമ്മാണം, വിദേശവുമായി ബന്ധപ്പെട്ട ജോലി, വിദേശവുമായി ബന്ധപ്പെട്ട ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ
ഒരു ശുഭകരമായ മുന്നേറ്റമുണ്ടാകുന്നു, സാമ്പത്തികമായ ലാഭമുണ്ടാകുന്നു, പ്രവർത്തനങ്ങൾക്ക് ഭാവിയിൽ കൂടുതൽ സാമ്പത്തിക നേട്ടം വരത്തക്കവണ്ണമുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അതിന് തക്കവണ്ണമുള്ള വ്യക്തികൾ, സാമ്പത്തിക സഹായങ്ങൾ ഇതൊക്കെ തന്നെ വരുന്നു. വിദേശത്ത് വസിക്കുന്നതിനും വിദേശത്ത് പഠനം തുടരുന്നതിനും സാധിക്കുന്നു. പൊതുവേ കാരണവസ്ഥാനത്തുള്ളവരുടെയും കുടുംബ പിതൃക്കളുടെയും ഒക്കെ തന്നെ അനുഗ്രഹം ഇവർക്ക് സിദ്ധമാകുന്നു. അതുകൊണ്ട് പൊതുവെ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഗുണമാണ് വ്യാഴത്തിൻ്റെ 9ാം ഭാവത്തിലെ കർക്കിടക സ്ഥിതിയിലേക്കുള്ള മാറ്റം. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 7-ൽ നിന്ന് 8-ലോട്ടാണ് വ്യാഴം പോവുക. സാധാരണ അഷ്ടമത്തിലേക്ക് വ്യാഴം പോകുമ്പോൾ ഈശ്വരാധീനം മറഞ്ഞു അല്ലെങ്കിൽ ഭാഗ്യമില്ലാതെയായി എന്നൊക്കെയാണ് പറയുക. നോർമൽ കേസിൽ അതാണ് സംഭവിക്കുന്നതെങ്കിലും വ്യാഴം 8-ൽ പോയി നിന്നാലും വലിയ ദുഷ്ടത്തരം ചെയ്യില്ല. കാരണം ശുഭനാണ്, അങ്ങേയറ്റത്തെ ശുഭനാണ് വ്യാഴം. നിസ്സഹായനായി നിൽക്കും എന്നേ പറയാറുള്ളൂ. ഇവിടെ അതിൻ്റെ ആവശ്യവുമില്ല. 8ാം ഭാവം എന്ന് പറയുന്നത് ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കർക്കിടക രാശിയാണ്. കർക്കിടകത്തിൽ വ്യാഴം അങ്ങേയറ്റം ഉച്ചനാണ്, ബലമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും 8-ലെ ദുഷ്ടത്തരങ്ങളൊന്നും തന്നെ വ്യാഴം ഇവിടെ ചെയ്യില്ല. അതിൻ്റെ അർത്ഥം ഈശ്വരാധീന കേട് കുറഞ്ഞു കിട്ടും, അനുഗ്രഹം കൂടുതലായി ഉണ്ടാവും, ഭാഗ്യം കുറച്ചുകൂടി തെളിയും. ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം താമസിച്ചിരുന്ന കാര്യങ്ങൾ, കിട്ടാതെ ഇരുന്ന കാര്യങ്ങൾ, ഭാഗ്യത്തിൻ്റെ ചെറിയ ഒരു വ്യത്യാസം കൊണ്ട് തട്ടി അപ്പുറത്തേക്ക് പോയ കാര്യങ്ങൾ എല്ലാം തന്നെ തിരിച്ചു വരും. അവർ അംഗീകരിച്ചിരുന്ന, ആഗ്രഹിച്ചിരുന്ന, പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ നടപ്പാവും. ധനപരമായി, പ്രവർത്തനപരമായി, അല്ലെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ അവരുടെ ജോലിയിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും കാര്യവുമായി ബന്ധപ്പെട്ട് ധനപരമായ വരവിന് എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട്, കടത്തിൽ നിന്ന് ഒരു മോചനം വേണമെന്ന കാര്യം ആഗ്രഹിച്ചിരുന്നിട്ട് അത് നടക്കാതിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതിനെപ്പറ്റിയൊക്കെ തന്നെ വ്യാഴം ഇവിടെ ഏറ്റവും ഗുണപരമായി പ്രതികരിക്കുന്നു. അതുകൊണ്ട് തന്നെ ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം ഒട്ടും നഷ്ടപ്പെട്ടില്ല എന്ന് വേണം ചിന്തിക്കാൻ 8-ലോട്ട് വ്യാഴം പോകുമ്പോൾ. മറിച്ച് വളരെ പെട്ടെന്ന് ചില അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ധനകാരകനാണ്. 8-ൽ പോകുമ്പോൾ അപ്രതീക്ഷിത ധനം വരാം, ചിലപ്പോൾ ലോട്ടറി അടിക്കാം, പ്രവർത്തനങ്ങളിൽ അപ്രതീക്ഷിത വിജയമുണ്ടാകാം, കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നത് കിട്ടാം, ശത്രു മിത്രമായി വരാം, നശിച്ചു പോകുമെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ നശിക്കാതെ തീവ്രമായി നിൽക്കാൻ, ജീവസുറ്റതോടുകൂടി നിൽക്കാനൊക്കെ സാധിക്കും എന്ന് കാണുന്നു. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. അവരെ സംബന്ധിച്ചിടത്തോളം 6-ൽ നിന്ന് 7-ലോട്ടാണ് വ്യാഴം വന്നിരിക്കുന്നത്. 7 ഉച്ചസ്ഥിതിയാണ്. 7ാം ഭാവം കർക്കിടകമായതുകൊണ്ട് ഉച്ചസ്ഥിതിയാണ്. അതുകൊണ്ട് സർവ്വകാര്യങ്ങളും അഭീഷ്ടമാകുന്നതായിട്ടാണ് കാണുന്നത്. ഫലപ്രാപ്തിയിലെത്തുന്ന പല കർമ്മങ്ങളും ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നു. ധനപരമായി നല്ല വരവുണ്ടാകുന്നു. ഭാഗ്യം ഇവർക്ക് അനുകൂലമായി വരുന്നു. ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ട്. വൻതോതിലുള്ള പണം ഇവരിലേക്ക് വന്നു ചേരും. പുതിയ സംരംഭങ്ങൾ വിജയത്തിൻ്റെ പാതയിലൂടെ മുന്നേറുന്നതായി മനസ്സിലാക്കും. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ മംഗളകരമായ കാര്യങ്ങൾ, മനസ്സിന് സംതൃപ്തിയും ആഹ്ലാദവും നൽകുന്ന കാര്യങ്ങളുണ്ടാവും. സന്താനവുമായി ബന്ധപ്പെട്ടും നല്ല വാർത്തകൾ കേൾക്കും. വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങളുണ്ടാവും. പ്രണയത്തിൻ്റെ കാര്യത്തിൽ സാഫല്യം ഉണ്ടാകും. അങ്ങനെ പൊതുവെ ഗുണകരമായ അവസ്ഥയാണ് മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നത്. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ അവിടെ പോയി പഠിക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ ഉള്ള കാര്യത്തിന് തടസ്സമുണ്ടായിരുന്നെങ്കിൽ ആ തടസ്സങ്ങൾ ഈശ്വരാധീനം കൊണ്ട് മാറുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ് മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളവും 6-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 5-ൽ നിന്ന് 6-ൽ. 5 ഭാഗ്യം ആണ്, 6 ദുരിതമാണെന്ന് പറയും. വ്യാഴം അവിടെ നിസ്സഹായനാണ്. പക്ഷേ ഇവിടെ കർക്കിടക രാശിയിലായതിനാൽ ആ നിസ്സഹായത ഉണ്ടാവില്ല. അതിൻ്റെ അർത്ഥം കടം ഇവർക്കുണ്ടാവില്ല, കടത്തിൽ നിന്ന് മോചനമുണ്ടാവും. രോഗദുരിതങ്ങൾ ഇവരെ ഇപ്പോൾ ബാധിക്കില്ല. രോഗദുരിതങ്ങൾ വന്നാൽ തന്നെ അതിനെ മരുന്ന് സേവ കൊണ്ടോ മറ്റ് രീതികൾ കൊണ്ടോ അതിജീവിക്കാൻ സാധിക്കും. ശത്രു ഉണ്ടായി ഇവരെ നശിപ്പിക്കില്ല, മറിച്ച് ശത്രു മിത്രമായി വരാം. അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വിഘ്നമോ മറ്റു തടസ്സങ്ങളോ ഉണ്ടായിരുന്നതും മാറിക്കിട്ടും. ഉദരവുമായി ബന്ധപ്പെട്ടോ മറ്റോ ഉണ്ടായിരുന്ന വ്യാധിക്ക് കുറവുണ്ടാകും. ആലസ്യം മാറും. പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകും. കഴിഞ്ഞ കുറേ കാലമായി മുടക്കം വന്നിരുന്ന കാര്യങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് പൊതുവെ കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ പേടിയോ ആശങ്കയോ ഒന്നും ആവശ്യമില്ല. കർക്കിടകത്തിൽ നിന്ന് വ്യാഴം അനുഗ്രഹമേ ചൊരിയൂ. അടുത്തത്
മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തേക്കാൾ ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ്. ഇവർക്ക് 4-ാം ഭാവത്തിൽ നിന്നുകൊണ്ടാണ് 5ലേക്ക് വ്യാഴം വന്നിരിക്കുന്നത്. 5 ഭാഗ്യസ്ഥാനമാണ്. കർക്കിടക രാശി കൂടി ആയതിനാൽ കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ചിരുന്ന, പ്രത്യേകിച്ചും ജന്മശനിയുടെ ദോഷങ്ങൾ അനുഭവിച്ചിരുന്ന മീനക്കൂറിൽപ്പെട്ട നക്ഷത്രത്തിന് ഭാഗ്യം വളരെ അനുഗ്രഹമായി മാറിയിരിക്കുന്നു. പല തടസ്സങ്ങളും മാറുന്നു. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ഭാഗ്യമുണ്ടാവുന്നു. സാമ്പത്തിക പരാധീനത കൊണ്ട് മാത്രം നടക്കാതെ പോയ പല കാര്യങ്ങളും വീണ്ടും നടക്കാൻ തുടങ്ങുന്നു. വീണ്ടും അതൊക്കെ പുനർജീവനം നടത്തുന്നതായി കാണുന്നു. അഭിലാഷങ്ങൾ മടങ്ങിയത് തിരിച്ചു വരുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷകരമായ വർത്തമാനങ്ങൾ കേൾക്കാൻ സാധിക്കുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ മറ്റു സ്വപ്നങ്ങളോ പൂവണിയുന്നു. മനസ്സിൻ്റെ ആവിഷ്കാരങ്ങൾ, മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ അതെല്ലാം തന്നെ നന്നായി ആവിഷ്കരിക്കാൻ സാധിക്കുന്നു. അതൊക്കെ സാഫല്യമടയുന്നതായി കാണുന്നു. തടസ്സങ്ങൾ പൊതുവേ മാറുന്നു. എല്ലാ സ്ഥലത്തും ഭാഗ്യത്തിൻ്റേതായ ഒരു പെരുമഴ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനവും ഭാഗ്യവും വർദ്ധിച്ചതായിട്ട് വേണം മനസ്സിലാക്കാൻ. എല്ലാവർക്കും ഈ വ്യാഴമാറ്റം സമ്പൂർണ്ണ ഐശ്വര്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.